എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മാരയിലെ ഒരുപാട് പ്രൈഡുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുതിയൊരു പ്രൈഡുകൾക്ക് മുമ്പിലാണ് കുട്ടികളും ഒന്നിച്ചുള്ള ആ ഒരു ദിനത്തിലെ കിടിലം കുറച്ച് കാഴ്ചകളാണ്. ഏവർക്കും സ്വാഗതം. മസായി മാരയിലെ പ്രൈഡുകളിൽ ഒന്നാണ് ലുക്കൌട്ട് പ്രൈഡ്. ഇന്നത്തെ കാഴ്ചയിൽ ആ സിംഹക്കൂട്ടങ്ങളാണ് ഉള്ളത്. കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് ഈ യാത്രയിലേക്ക് ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുവാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഒപ്പം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. Lookout Pride. Small. Yesterday, evening. No, very different. The cup's coming, but big one. പുള്ളിയുടെ കാഴ്ച പാതി നിർത്തി അടുത്ത കാഴ്ചയിലേക്ക് കടക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് മുമ്പുള്ള കാഴ്ചയാണ്. മാരയുടെ കൈവഴിയിൽ ഒഴുകി വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയപ്പോൾ പെട്ടെന്നാണ് കാടുകൾക്കുള്ളിൽ നിന്നുള്ള അനക്കം. വിശാലമായ മസായി മാര നാഷണൽ പാർക്കിൻ്റെ ഓരോ വശങ്ങളും അടക്കി ഭരിക്കുന്നത് പ്രൈഡുകളാണ്. അതിലൊന്നാണ് നമുക്ക് മുന്നിലുള്ള ലുക്കൌട്ട് പ്രൈഡ്. അവ വിശ്രമത്തിലാണ്. വിശ്രമത്തിന് തയ്യാറെടുക്കുന്ന അവസരത്തിലാണ് നമ്മൾ അവിടേക്ക് ചെന്നത്. കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈഡ് ഉറങ്ങുമ്പോൾ മറ്റൊന്ന് ശ്രദ്ധയോടെ പരിസരം നിരീക്ഷിക്കും. മറ്റു പ്രൈഡുകളോ അവയുടെ തലവന്മാരോ വന്നാൽ ഇവയ്ക്കും ഇവയുടെ കുഞ്ഞുങ്ങൾക്കും ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഒന്ന് ഗാർഡ് ചെയ്യും. കൂട്ടത്തിലെ കുറുമ്പന്മാർ അമ്മയ്ക്കരികിൽ അമ്മയെ മുട്ടി ഉരുമിയോ നക്കി തുടച്ചോ എപ്പോഴും ഉണ്ടാകാം. എനർജി ലെവൽ കൂടുതലുള്ള സമയമാണ്. അവർ ശരിക്കും ആക്റ്റീവായിരിക്കും. കൂട്ടത്തിലെ ഒരു കുറുമ്പൻ മുന്നിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കുറ്റിച്ചെടിയിൽ അള്ളിപ്പിടിച്ച് കയറുന്നുണ്ട്. ചില്ലയിൽ കയറി അവൻ കുറച്ച് കുസൃതികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. കുട്ടി സിംഹം കുസൃതി കാണിച്ച് മുകളിൽ നിന്ന് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറ മാറ്റാതെ അവിടേക്ക് തന്നെ വെക്കുമ്പോൾ താഴെ അമ്മമാർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവയൊന്നും മൈൻഡ് ചെയ്യാതെ താഴെ സമാധാനപൂർവ്വം കിടക്കുന്നുണ്ടായിരുന്നു. കുറ്റിക്കാടുകളുടെ മുന്നിൽ നിന്നും പുറകിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു
ഇവയുടെ കൂടെ മറ്റു പ്രൈഡുകളുമുണ്ട്. ഉള്ളിൽ എവിടെയോ ആണ്. കുട്ടികൾ കുറിച്ച് എനർജി ലെവൽ കൂടുതലുള്ളതുകൊണ്ട് അവയുടെ ചലനങ്ങൾക്കനുസരിച്ച് ഇവ നമുക്ക് മുന്നിലേക്ക് മാറി വന്നതാവാം. കൂട്ടത്തിലെ ഒരു പെൺസിംഹം കാലുകൾ മുകളിലേക്ക് പൊക്കി തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടക്കുന്നുണ്ട്. അവൾ വളരെ സേഫായിട്ടുള്ള വിശ്രമത്തിലാണ്. കിട്ടുന്നില്ല, അല്ല ഇതിൽ കിട്ടാൻ പറ്റില്ലല്ലോ. അത്ര എടുത്തല്ലേ അത് കിട്ടുമോ? 100 എൻ്റെ 100 കിട്ടുന്നുണ്ട്, 100 മേലെ കിട്ടുന്നുണ്ട്. കൂടെയുള്ള കൃത്യമായ നിരീക്ഷണത്തിലുള്ളതിനാൽ അവളുടെ ഉറക്കവും നന്നായി തന്നെ നടക്കുന്നുണ്ട്. ചെറിയ ഒച്ചകൾ പല സ്ഥലത്തു നിന്ന് കേൾക്കുമ്പോൾ ഗാർഡ് ചെയ്യുന്നവൾ വല്ലാതെ അലർട്ടാവുന്നതും കാണാം. രണ്ടാം ദിവസത്തെ ആ വലിയ മണിക്കൂറുകൾ ബാക്കിയാണ്. മറ്റു കാഴ്ചയിലേക്ക് കടക്കണം. മുന്നിലുള്ള പെൺസിംഹങ്ങൾ ഒന്ന് എണീറ്റ് ഒന്ന് നിവർന്നു നിന്നു. പിന്നെ മുന്നിലേക്ക് സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നു. മുന്നിൽ കിടക്കുന്ന വണ്ടികളെല്ലാം ഇവർക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ അവർ മൈൻഡ് ചെയ്യുന്നതേയില്ല. കൂട്ടത്തിലൊരു കുഞ്ഞിനെ അമ്മയാണെന്ന് തോന്നുന്നു. നക്കി തുടയ്ക്കുന്നുണ്ട്. നമുക്ക് മുന്നിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച പകർത്തുന്നത് പലപ്പോഴും പാടുള്ള ഒരു കാര്യം തന്നെയാണ്.
മസായിമാരിലെ ഇതുപോലുള്ള കുറ്റിക്കാടുകൾ നന്നായി തിങ്ങി നിറഞ്ഞുള്ളവയാണ്. സവാന കാടുകൾക്കിടയ്ക്ക് ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇതുപോലുള്ള തിങ്ങി നിറഞ്ഞ കുറ്റിക്കാടുകൾ കാണുകയുള്ളൂ. അവിടെയാണ് പലപ്പോഴും ജീവികൾ വിശ്രമത്തിന് കയറാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റിക്കാടുകൾക്കുള്ളിൽ നിന്ന് ഇവയെ പകർത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. നമുക്ക് മുന്നിലുള്ള ഒരു കുഞ്ഞ് 4 കാലും പൊക്കിക്കിടക്കുന്നു. വല്ലാത്ത അനുഭവം തന്നെയാണ് ഈ കുട്ടികളെ കാണുക എന്നത്. അവയെ അവയുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടിട്ട് നമ്മൾ മടങ്ങുകയാണ് ഇവിടുന്ന്. ഈ കാഴ്ചയിലേക്കും ഈ യാത്രയിലേക്കും ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഒപ്പം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ, MTI.